നമസ്കാരം. നമ്മൾ യൂറോപ്പിൽ നോക്കി അവിടുത്തെ സൗകര്യങ്ങളും അവിടെ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം വിളിച്ചു പറയുന്നവരാണ്. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഒന്നും നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മളെ അവഗണിച്ചിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പരാതിയും പറയാറുണ്ട്. സത്യമാണ്, ഒരു പരിധിവരെ ഇവിടെ താമസിക്കുന്ന നമ്മൾ അത് നോക്കുമ്പോൾ സത്യമാണ്. ഇങ്ങനെ ഒന്നും നമ്മളോട് പെരുമാറിയാൽ പോരാ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പോരായ്മയെക്കുറിച്ച് കൂടുതലും സംസാരിക്കുന്നത്. എന്നാൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇതിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇക്കാലത്ത് കുറെ യൂട്യൂബർമാരും ബ്ലോഗർമാരും അതുപോലെ ചരിത്രാന്വേഷികളുമാണ്. ഉദാഹരണത്തിന് സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് അവിടുത്തെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം നമുക്ക് പറഞ്ഞു തരുമ്പോൾ മറ്റു യൂട്യൂബർമാർ പ്രധാനമായിട്ടും ഇപ്പൊ ദിൽഷാദ്, യാത്രാ ടുഡേ ദിൽഷാദ്, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആ ഒരു സ്വഭാവം എങ്ങനെയാണ്, അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലായി. കേവലം 15,000 രൂപയ്ക്ക് ഒരു കിണർ കുഴിക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ കിലോമീറ്ററുകൾ നടന്ന് വെള്ളം കൊണ്ടുവരേണ്ട ഒരു ഗതികേട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഭൂമിക്കടിയിൽ വെള്ളമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, അത് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പൊ അത്രത്തോളം ദരിദ്രമാണ് അവിടെ രാജ്യം, അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് ദിൽഷാദ് പറഞ്ഞ് നമ്മൾ അറിഞ്ഞു. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസം, സുഡാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ അനുഭവിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളും അല്ലെങ്കിൽ അതുപോലെ അഫ്ഗാനിസ്ഥാൻ വിഷയങ്ങളും മറ്റ് യുദ്ധ വേളകളിൽ ജനം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന മറ്റൊരു യൂട്യൂബർ എന്ന് പറയാൻ പറ്റില്ല, ഒരു യാത്രികനാണ് മാഹീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ യാത്രാനുഭവങ്ങൾ യൂറോപ്പിലും മറ്റും ചൈന പോലെ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേബിലിറ്റിയുള്ള മറ്റൊരു യാത്രികനാണ് സുജിത് ഭക്തൻ. ഈ സുജിത് ഭക്തൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ള ഒരു വിവരമാണ് സത്യത്തിൽ ഇത്തരത്തിലൊരു വീഡിയോയ്ക്ക് ആധാരമായി വരുന്നത്. സുജിത് ഭക്തൻ പറയുന്നത് താനൊരു യൂറോപ്യൻ രാജ്യത്താണ്, സ്ലോവാക്യ പോലെ ഏതോ രാജ്യത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ആ രാജ്യത്ത് ചെന്നപ്പോൾ തനിക്കൊരു തൊണ്ടയിൽ ഒരു ഇൻഫെക്ഷൻ വന്നു. ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ താനൊരു വിദേശി ആയതുകൊണ്ട് തനിക്ക് ചികിത്സ നിഷേധിച്ചു എന്ന് പറയുന്നു. അതായത് അത്രത്തോളം എന്താ പറയാ, ഒരു നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു പോക്കണം കെട്ട ഒരു നാടാണ് യൂറോപ്പ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് അവിടെ. ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ കൊണ്ട് ഒരു ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ, ഒരു രോഗി ചെല്ലുമ്പോൾ നിങ്ങളൊരു വിദേശിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ചികിത്സയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സാക്ഷിയും മനസ്സും എങ്ങനെയാണ് എന്നാണ് ചിന്തിക്കുന്നത്. പകരം മറ്റൊരു ആശുപത്രി പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹം ഒരു ദീർഘദൂര യാത്രയുണ്ട്, അത്രയും സഞ്ചരിച്ച് അവിടെ എത്തുമ്പോഴേക്ക് 4 മണിക്കോ ഡോക്ടർ വരുള്ളൂ, ഇപ്പൊ വരില്ല. അപ്പൊ ഒരു 10-11 മണിയായിട്ടായിരിക്കും ഒരുപക്ഷെ സുജിത് ഭക്തൻ അവിടെ എത്തിയിട്ടുണ്ടാകുക. പിന്നെ വന്ന് തിരികെ പോയി ചികിത്സ എടുത്തിട്ടുണ്ടാകാം. പക്ഷെ രണ്ടായാലും മറ്റൊരു രാജ്യത്തെ പൗരനായതുകൊണ്ട് ചികിത്സ നിഷേധിച്ച ഒരു സംവിധാനം, ഒരുപക്ഷെ സർക്കാർ സർവീസ് ആയിരിക്കാം, അവിടെ വിദേശികളെ ചികിത്സിക്കാനുള്ള അനുമതി ഇല്ലാതിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്താണ് പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് അസുഖബാധിതനാകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ രാജ്യമെന്നോ മറ്റു രാജ്യമെന്നോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു വേർതിരിവും ഇവിടെ കൊടുക്കാറില്ല. ഒരു മുക്കിൽ 3 ക്ലിനിക്ക് മിനിമം ഉണ്ടാകും, 3 ഡോക്ടർമാരോ അല്ലെങ്കിൽ 3-ലധികം ഡോക്ടർമാരോ ഒരു ബോർഡും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അതായത് ചികിത്സ കൂണ് പോലെയാണ് ഇവിടെ. അത്രത്തോളം ക്ലിനിക്കുകളും ആശുപത്രികളും ഒക്കെ ഉണ്ട്. വലിയ വലിയ ലക്ഷറി 5 സ്റ്റാർ ആശുപത്രികൾ, ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ 5 സ്റ്റാർ ആശുപത്രികളും 5 സ്റ്റാർ ഹോട്ടലുകളുമാണ്. അപ്പോൾ രണ്ടിനും ഒരേ സൗകര്യവും തന്നെയാണ്. അപ്പോൾ അത്രത്തോളം ഹോസ്പിറ്റലും എല്ലാം ഉണ്ട്. ആശുപത്രിയുടെ വണ്ണവും വലുപ്പവും അനുസരിച്ച് ബില്ലിന്റെയും വണ്ണവും വലുപ്പവും കൂടും, അത്രേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ ഡോക്ടർമാരെ കിട്ടാത്ത കേടില്ല, ചികിത്സിക്കാൻ പറ്റാത്ത കേടില്ല, അങ്ങനെ യാതൊന്നുമില്ല. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. പ്രത്യക്ഷമായിട്ട് നമുക്ക് തോന്നും യൂറോപ്പില് ചികിത്സ നിഷേധിച്ചല്ലോ, ഇവിടെ പക്ഷെ അത് നിഷേധിക്കില്ല. ഇവിടെ ഏതൊരു വ്യക്തിയും ചെന്ന് കഴിഞ്ഞാൽ ചികിത്സ ലഭിക്കും, അവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്ന്. പക്ഷെ ഇതിലൊരു വലിയൊരു അപകടം ഞാൻ മണക്കുന്നു. എത്രയോ കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്ന സ്ഥലം നമ്മുടേതാണ്, ഇവിടെയാണ്. മറ്റു രാജ്യങ്ങളിൽ ആശുപത്രി, ഇപ്പൊ സുജിത് ഭക്തൻ പറയുന്നതിന്റെ ഒരു മറുവശമാണ് ഞാൻ എടുക്കുന്നത്. അവിടെ ഇപ്പൊ സ്ലോവാക്യയിൽ അദ്ദേഹം ഒരു ആശുപത്രി ചെന്നപ്പോൾ അവിടെ ചികിത്സ നിഷേധിച്ചു. അതിന് പറഞ്ഞത് താങ്കൾ ഇവിടുത്തെ പൗരനല്ല എന്നാണ്. അവിടുത്തെ റൂൾ ഉണ്ടാകാം, വിദേശിയെ ചികിത്സിക്കാൻ പറ്റുന്ന ആശുപത്രി അതായിരിക്കില്ല, അതിന് അനുവദിക്കുന്ന മറ്റ് ആശുപത്രികൾ ഉണ്ടാകാം. അങ്ങോട്ട് പറഞ്ഞു വിട്ടു, നിങ്ങൾ അവിടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 4 മണിക്ക് ഡോക്ടർ വരൂ എന്ന് പറയുമ്പോൾ അതുവരെ ഈ രോഗി അവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? അല്ല. അതായത് ഒരു ആശുപത്രി കണ്ടെത്താൻ തന്നെ കുറെ താമസം എടുത്തു. മുക്കിന് ഇവിടുത്തെ പോലെ ആശുപത്രികളില്ല. പിന്നെ
മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഡോക്ടറും ഇല്ല. ഡോക്ടർ ഒരു പരിമിതമായ സമയത്ത് മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് അസുഖം ഇല്ല എന്നാണോ? 4 മണിക്ക് ശേഷമേ ഡോക്ടർ വരൂ എന്ന് പറഞ്ഞത് വിദേശിക്ക് വേണ്ടിയിട്ടല്ല. പ്രാദേശികമായി അവർക്ക് എല്ലാവർക്കും 4 മണി കഴിഞ്ഞ് ഡോക്ടർ ഉണ്ടാവുള്ളൂ. ഇപ്പുറത്ത് ഗവൺമെന്റ് സെക്ടറിലുള്ള ഏതോ ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ വിദേശികളെ ചികിത്സിക്കാൻ പാടില്ല എന്ന് ഒരു റൂളായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് അത്രയും വികസിതമായ രാജ്യം, വളരെ അത്യന്താധുനിക സൗകര്യമുള്ള അത്രയും വികസിതമായ ഒരു രാജ്യത്ത് എന്തേ ഹോസ്പിറ്റലുകളുടെ എണ്ണം കുറവ്, ആശുപത്രികളുടെ എണ്ണം, ക്ലിനിക്കുകളുടെ എണ്ണം കുറവെന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവിടെയാണ് എനിക്ക് 2 വാക്ക് സംസാരിക്കണമെന്ന് കരുതിയത്. അവർ രോഗത്തെ ഭയക്കുന്നില്ല. രോഗം അവർക്കൊരു പ്രശ്നമേ അല്ല. ശുചിഭക്തൻ എന്തായാലും ഈ വ്ലോഗ് ചെയ്യുന്നത് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ. അദ്ദേഹത്തിന് അപകടമൊന്നും സംഭവിച്ചില്ല. അതായത് അവിടുത്തെ ഡോക്ടർമാർക്ക് അറിയാം ഈ രോഗമെന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നതല്ല, അത് വളരെ അപൂർവമായി മാത്രം ചികിത്സിക്കേണ്ടതാണ്, ഒരു വലിയ കോംപ്ലിക്കേഷനുള്ള കാര്യമൊന്നുമല്ല എന്ന്. രോഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ഇവിടെ. ഇവിടെ നമ്മൾക്ക് ഒരു ചെറിയൊരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, ഒരു മൂക്കടപ്പ് വന്നാൽ, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും വന്നാൽ വളരെ വലിയ ഒരു ഇത് പറയാ, എന്താണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് ഇത്, ഒരു ഭയപ്പെടുത്തലുണ്ട്. ആ ഭയപ്പെടുത്തലിന് വശംബദനായി അവൻ ഓടുകയാണ് ആശുപത്രിയിലേക്ക്. അവിടെ ഓടി പിന്നെ ഡോക്ടർ നീണ്ട ഒരു ചീട്ട് എഴുതി തരും. ആ ചീട്ടിൽ വാങ്ങി മരുന്നുകൾ മുഴുവൻ ഭക്ഷണത്തിന് പകരമായി നമ്മൾ കഴിക്കും, വീണ്ടും രോഗികളായി മാറും. അതായത് രോഗികളെ സൃഷ്ടിക്കുന്ന ഒരു വലിയ വ്യവസായത്തിലേക്കാണ് നമ്മൾ തലവെച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. നിങ്ങൾ നോക്കിക്കോളൂ, ഏതൊരു ആശുപത്രിയിലും എന്നെ കേൾക്കുന്ന 10-50 വയസ്സുള്ള ആൾക്കാർ, അവരുടെ പിതാക്കന്മാരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്ക്, അവരുടെ കാലത്ത് എത്രയാണ് മരുന്ന് എഴുതിയിരുന്നത്, ഇന്ന് എങ്ങനെയാണ് മരുന്ന് എഴുതുന്നത് എന്ന്. മിനിമം 4-5 ഐറ്റം ഉണ്ടാവും. ഒരുപാട് ഗുളികകൾ വാരി നമ്മൾ കഴിക്കും. അത് അത്രത്തോളം എഴുതി തരും. കാരണം എത്രത്തോളം സെയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത്, ആരോഗ്യ പരിപാലനമല്ല. അതായത് അവിടെ ഞാൻ മനസ്സിലാക്കുന്നു, ശുചിഭക്തൻ ഒരു പക്ഷേ അവിടെ വിദേശിക്ക് ചികിത്സ കിട്ടിയില്ല എന്നും അവിടെ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ട് എന്നും പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ രോഗത്തെ അവർ ഭയപ്പെടുന്നില്ല. ഒരു പനി, ഒരു ജലദോഷം, അതൊക്കെ സർവ്വസാധാരണമായി വരുന്നതാണ്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും. അത് അത്ര തന്നെ കണ്ടാൽ മതി. അതുകൊണ്ട് രോഗത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ അത്രത്തോളം ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന് മാത്രം നമുക്ക് ചികിത്സിക്കാം, മറ്റ് ചികിത്സകളൊന്നും ആവശ്യമില്ല എന്ന് ലാഘവത്തോടെ കാണുന്ന ഒരു പ്രദേശമായിരിക്കും അത്. അവർ രോഗത്തെ ഭയപ്പെടുന്നില്ല. അവിടെയുള്ള മുഴുവൻ ജനങ്ങളും മരുന്ന് തിന്നുകൊണ്ട് ശിഷ്ടകാലം കഴിയണമെന്ന് ഒരു പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അതാണ് അതിന്റെ കാരണം. ഇവിടെ പക്ഷെ അതല്ല. ഇവിടെ നമ്മളൊരു ജലദോഷപ്പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ വെള്ളം മാത്രം ഒന്ന് കഴിക്കാനോ ഒന്ന് ആവി പിടിക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. നമ്മൾ അതിനെയൊക്കെ ബിസിനസ്സാക്കി മാറ്റുന്നതാണ്. നമ്മുടെ ആരോഗ്യ വിഭാഗവും അങ്ങനെ തന്നെയാണ്. ഒരു പനി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹോമിയോ ചികിത്സ നോക്കരുത്, ആയുർവേദം നോക്കരുത്, അക്യുപഞ്ചർ നോക്കരുത്, അക്യുപ്രഷർ നോക്കരുത്, സിദ്ധ നോക്കരുത്, യുനാനി നോക്കരുത്, നേരെ അലോപ്പതിയിലേക്ക് പോകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ആരോഗ്യ വകുപ്പും കൂടെ നമുക്കിവിടെ ഉണ്ട്. അതായത് ആരോഗ്യ വകുപ്പ് പോലും ഇവിടെ വ്യവസായവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ അടിമയായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചികിത്സയല്ല നടക്കുന്നത്. നമുക്ക് തോന്നും ഇവിടെ ഇത്രയധികം ആശുപത്രികളുണ്ടല്ലോ, ഇത്രയധികം ക്ലിനിക്കുകളുണ്ടല്ലോ, അവിടെയെല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, എത്ര കൊല്ലമായി ഇത്തരത്തിലുള്ള അത്യന്താധുനിക സൗകര്യങ്ങളും ഇത്രയധികം ഡോക്ടർമാരും ഇത്രയധികം ക്ലിനിക്കുകളും ഇവിടെ ഉണ്ടായിട്ട്? ഓരോ വർഷം കഴിയുന്നോറും ആശുപത്രിയുടെ വണ്ണവും അതിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്രയധികം മൾട്ടിനാഷണൽ ആശുപത്രികൾ ഉണ്ടായിട്ടും, ഇത്രയധികം ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയധികം ക്ലിനിക്കുകളും മറ്റ് ഡോക്ടർമാരും എല്ലാം നിരന്നു നിന്നിട്ടും എന്തേ നമ്മുടെ നാട്ടിൽ അസുഖം കുറയുന്നില്ല, കൂടിക്കൂടി വരികയാണ്? ഓരോ ദിവസവും അസുഖങ്ങളുടെ എണ്ണവും അസുഖബാധിതരുടെ എണ്ണവും കൂടിക്കൂടി വരാൻ കാരണം എന്താണ്? ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്? ഈ മരുന്ന് തീറ്റ കൊണ്ടാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ ആ വിധത്തിൽ മരുന്ന് കൊടുക്കുന്നില്ല. അവർക്കറിയാം അവർ ഉൽപാദകർ മാത്രമാണ്. അവർ മരുന്ന് ഉൽപ്പാദിപ്പിക്കും, എന്നിട്ട് നമ്മളെ കൊണ്ട് തീറ്റിക്കും. അവർ തിന്നില്ല. അവർക്കത് വ്യവസായമാണ്. അവിടെ ഉള്ളവരെ തീറ്റിക്കില്ല. അവിടെ ഉള്ളവർക്ക് ചികിത്സ എന്ന് പറയുന്നത് വളരെ വളരെ റയർ ടു റയറായിട്ട് വേണ്ടി വന്നതായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ആശുപത്രികളുടെ എണ്ണം കുറവ്. അവിടെ അതൊരു വ്യവസായമായി കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല, അല്ലെങ്കിൽ അവിടുത്തെ ജനത അങ്ങനെ കാണുന്നില്ല എന്നാണ് കരുതേണ്ടി വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ ഓരോ വർഷം കഴിയുന്തോറും ആരോഗ്യ മേഖല പുരോഗമിച്ചു വരുന്നു. വലിയ വലിയ മൾട്ടിനാഷണൽ ആശുപത്രി ഉണ്ടായി വരുന്നു. അതിലൊക്കെ നിറച്ച് രോഗികൾ വരുന്നു. അപ്പോൾ അത്രത്തോളം നിറയെ രോഗികളെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രോഗികളെയാണ്. അതായത് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രതിശീർഷ വരുമാനമോ ഖജനാവിലേക്കുള്ള സമ്പാദ്യമോ തൊഴിൽ അവസരങ്ങളോ തൊഴിലിടങ്ങളോ ഒന്നുമല്ല.
പകരം രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ഓരോ ദിവസവും അന്തം കെട്ട് കൂടി വരുന്നു. ഇതൊരു അപകടമല്ലേ? സുജിത് ഭക്തൻ അത് പറയുമ്പോൾ അവിടെ വിദേശീയരെ നിഷേധിച്ചു അല്ലെങ്കിൽ ഇന്ത്യക്കാരെ നിഷേധിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രഥമ ദൃഷ്ടിയ പലരും അതിനെ നെഗറ്റീവ് അർത്ഥത്തിൽ അതിന് വീഡിയോ ഇട്ടു. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ നമ്മളുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ രാജ്യത്തെ നമ്മൾ കുറ്റം പറയുന്നതല്ല, നമ്മുടെ ഭരണാധികാരികൾക്ക് അത് തിരിച്ചറിവ് വേണം. ഇങ്ങനെ ആശുപത്രിയുടെ എണ്ണവും വണ്ണവും കൂടുന്നതനുസരിച്ച് ഈ രോഗികൾ എവിടെ നിന്നുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, ഇനിയെങ്കിലും ചിന്തിക്കണ്ടേ? Different angles. Don't forget to subscribe and support this channel.